ഹലോ വെൽക്കം ബാക്ക് ഗീസ്. മുംബൈ ഇന്ത്യൻസ് വേഴ്സസ് രാജസ്ഥാൻ റോയൽസ്. മുംബൈ അങ്ങനെ സീസണിലെ ആദ്യ ഹോം മത്സരം കളിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങുകയാണ്. പക്ഷേ കാര്യങ്ങൾ പഴയ പോലല്ല. ഈ ഒരു സീസണിൽ 2 മത്സരങ്ങളിലെ തോൽവി കൂടി ആയപ്പോൾ ഒരു എക്സ്ട്രാ പ്രഷർ മുംബൈ ഇന്ത്യൻസിന്റെ മേലെയുണ്ട്. അതിലും കൂടുതൽ എക്സ്ട്രാ പ്രഷർ ഹാർദിക് പാണ്ഡ്യയുടെ മേലിലുണ്ട്. രാജസ്ഥാൻ റോയൽസിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ 2 മത്സരങ്ങളിലും മികച്ച രീതിയിൽ ജയിച്ച് തന്നെയാണ് രാജസ്ഥാൻ റോയൽസ് ഈ ഒരു മത്സരത്തിൽ എവേ മത്സരത്തിൽ വാങ്കഡയിൽ കളിക്കാൻ വരുന്നത്. മുംബൈയുടെ മികച്ച തട്ടകം തന്നെയാണ് വാങ്ങേണ്ടതെന്ന് പറയുമ്പോഴും ഞാൻ പറഞ്ഞ പോലെ തന്നെ ഹാർദിക് പാണ്ഡ്യ ക്യാപ്റ്റനായിട്ട് ഈ ഒരു സിറ്റുവേഷനിൽ അവിടെ കളിക്കാൻ ചെല്ലുക എന്ന് പറയുന്നത് ഒരു എക്സ്ട്രാ പ്രഷർ മുംബൈക്ക് ഉണ്ടാക്കി കൊടുക്കും. എസ്പെഷ്യലി നല്ല കൂകവിളികൾ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഹാർദിക് പാണ്ഡ്യ പ്ലേയേഴ്സിനെ യൂസ് ചെയ്യുന്നതിൽ അല്പം പ്രശ്നം നേരിടുന്നുണ്ട്. അത് കറക്റ്റായിട്ടുള്ള രീതിയിലല്ല. പുള്ളിയുടേതായ ഒരു രീതിയിൽ പ്ലേയേഴ്സിനെ യൂസ് ചെയ്യുമ്പോൾ ബെറ്റർ റിസൾട്ട് കിട്ടാതെ വരുന്നത് നമ്മളിപ്പോൾ 2 മത്സരത്തിലും കണ്ടു. അതിനെടുത്ത് പറയുന്നത് കഴിഞ്ഞ മത്സരങ്ങളിൽ ബൂമറയൊക്കെ യൂസ് ചെയ്ത് ഏത് രീതിയിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വലിയൊരു ക്വസ്റ്റ്യൻ മാർക്കാണ്. കാരണം ഓപ്പണിംഗ് സ്പെല്ലിൽ ബൂമറയെ പോലെ ഇത്രയും പവർ പ്ലേയിൽ നല്ല ഇമ്പാക്ട് ഉണ്ടാക്കാൻ സാധിക്കുന്ന, എതിർ ടീമിന് നല്ല എക്സ്ട്രാ പ്രഷർ കൊടുക്കുന്ന ബൂമറയെ പോലെ വേൾഡ് ക്ലാസ് ബോളറെ അവിടെ ഓപ്പണിംഗ് സ്പെല്ലിൽ കൊടുക്കാതെ മാറ്റി നിർത്തിയത് ഭയങ്കര മണ്ടത്തരമാണ് കാണിച്ചത്. അതോടൊപ്പം തന്നെ ഓഫ് കോഴ്സ് നമുക്കറിയാം ഹാർദിക് പാണ്ഡ്യ ഓപ്പണിംഗ് സ്പെല്ലിൽ എറിയുന്ന ഒരു താരമാണ്. അത് കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. അതിനെക്കുറിച്ച് വെറുതെ ചിന്തിച്ച് പോകേണ്ട കാര്യമില്ല. അതോടൊപ്പം തന്നെ ബാറ്റിംഗ് സൈഡിൽ തന്റെ മെല്ലപ്പോക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല തിരിച്ചടി ആയിട്ടുണ്ടായിരുന്നു മുംബൈ ഇന്ത്യൻസിൽ. ഒരുപക്ഷേ ഈ ഒരു മത്സരം കഴിഞ്ഞ മത്സരം സൺറൈസേഴ്സിനെതിരെ ജയിക്കാൻ പോലും സാധ്യത ഉണ്ടായിരുന്ന ഒരു മത്സരമാണ് അവസാന സമയത്ത്. പക്ഷേ തന്റെ മെല്ലപ്പോക്ക് ശരിക്കും പറഞ്ഞാൽ ടീമിന് നല്ല പണി കൊടുത്തിട്ടുണ്ടായിരുന്നു. മികച്ചൊരു തുടക്കമായിരുന്നു ഓപ്പണിംഗ് സൈഡിൽ നിന്നാണെങ്കിലും പിന്നീട് മിഡിൽ ഓർഡറിലാണെങ്കിൽ കിട്ടിയിരുന്നത്. പിന്നീട് വന്ന ഹാർദിക് പാണ്ഡ്യയുടെ ഭാഗത്ത് നിന്ന് ഗെയിം വരാനാണ് ആ ഒരു മത്സരം ഒരു പരിധിവരെ തോക്കാൻ കാരണമെന്നാണ് നിലവിൽ നമുക്ക് ആ ഒരു സ്കോർ കാർഡ് കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. നേരെ മറിച്ച് രാജസ്ഥാൻ റോയൽസിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഓപ്പണിംഗ് സൈഡിൽ നിന്ന് കാര്യമായിട്ടുള്ള ഇമ്പാക്റ്റുകൾ 2 ഗെയിമിലും വന്നിട്ടുണ്ടായിരുന്നില്ല. ആദ്യ മത്സരത്തിൽ നന്നായി കളിച്ചെങ്കിലും 2-ാം മത്സരത്തിൽ മികച്ച തുടക്കം കിട്ടിയെങ്കിലും സഞ്ജു സാംസന്റെ ഭാഗത്ത് നിന്ന് 2-ാം മത്സരത്തിൽ ആ ഒരു ഗെയിമിനെ കണ്ടിന്യൂ ചെയ്ത് ആ ഒരു രീതിയിൽ കൺട്രോൾ ചെയ്ത് പോകാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ റിയാൻ പരാഗിന്റെ നിലവിലെ ഫോം രാജസ്ഥാൻ റോയൽസിനെ സംബന്ധിച്ച് വലിയ ആശ്വാസമേകുന്ന ഒന്നാണ്. കഴിഞ്ഞ സീസണുകളെ അപേക്ഷിച്ച് ഇത്തവണ മികച്ച രീതിയിൽ തന്നെയാണ് താരം ബാറ്റ് വീശിക്കൊണ്ടിരിക്കുന്നത്. എന്തോ ഒരു ഇന്റന്റ് താരം കീപ്പ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഹെഡ്മയറിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഹെഡ്മയർ കുറച്ച് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. അത് വലിയൊരു വാസ്തവം തന്നെയാണ്. ഹെഡ്മയർക്ക് കുറച്ചുകൂടി ബോളുകൾ കിട്ടുന്ന രീതിയിൽ ഫ്രണ്ടിലേക്ക് കയറ്റി വിട്ടാൽ ബെറ്റർ ആയിരിക്കും. ആൻഡ് ധ്രുവ്ജൂറിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ധ്രുവ്ജൂറിലും മികച്ച ടച്ചിൽ തന്നെയാണ് നിൽക്കുന്നത്. ഓൾസോ അശ്വിനും ബാറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഇവരുടെ ഒരു പോസിറ്റീവ് സൈഡ് തന്നെയാണ്. കഴിഞ്ഞ മത്സരത്തിലും അശ്വിൻ ഇൻഫ്ലുവൻസ് ആ ഒരു ബാറ്റിംഗ് സൈഡിൽ ഉണ്ടായത്. ഫിയർലെസ് ആയിട്ട് തന്നെയാണ് താരം ബാറ്റ് വീശിക്കൊണ്ടിരുന്നത്. പക്ഷേ ബട്ട്ലർ ജയ്സ്വാൾ കൂട്ടുകെട്ട് തകർന്നു കഴിഞ്ഞാൽ അത് വലിയൊരു തിരിച്ചടി തന്നെയാണ് രാജസ്ഥാൻ. ആ ഒരു കൂട്ടുകെട്ടും കൊണ്ട് ഓക്കെ ആയി കഴിഞ്ഞാൽ നല്ല ബാലൻസ്ഡ് ആയിട്ട് രാജസ്ഥാൻ പോകും. ബോളിംഗ് സൈഡിലെ പ്രകടനമാണ് എന്നെ ഞെട്ടിച്ചിട്ടുള്ളത്. ബോൾട്ടിനെ നന്നായി പവർ പ്ലേ യൂസ് ചെയ്യാനും അതോടൊപ്പം തന്നെ ആൻഡ്രി ബർഗറിനെ കൂടെ യൂസ് ചെയ്യാനും ഓൾസോ ഡെത്ത് ബോളിംഗിലേക്ക് വരുമ്പോഴേക്കും അവിടെ കറക്റ്റായിട്ട് സന്ദീപും ആവേശം മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നതും രാജസ്ഥാൻ റോയൽസിനെ സംബന്ധിച്ച് വലിയൊരു ആശ്വാസം തന്നെയാണ്. ആൻഡ് ബോളിംഗ് സൈഡിലെ സ്പിൻ യൂണിറ്റിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അശ്വിൻ ചഹൽ മികച്ച രീതിയിൽ തന്നെയാണ് പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഭയങ്കര എക്കണോമിക്കലായിട്ടാണ് ചഹൽ ബോൾ ചെയ്യുന്നതായിട്ട് ഫീൽ ചെയ്യുന്നത്. എന്തായാലും ഈ ഒരു വാഗഡയിൽ കളിയിലേക്ക് വരുമ്പോഴേക്കും ഇതിന് മുന്നോടിയായിട്ട് 8 തവണ ഇവർ തമ്മിൽ ഏറ്റുമുട്ടിയിട്ടുണ്ട്. അതിൽ 5 തവണയും വിജയിച്ചിട്ടുള്ള മുംബൈ ഇന്ത്യൻസിനാണ്. പക്ഷേ കാര്യങ്ങൾ അത്ര പഴയ പോലെ അല്ല എന്നുള്ളതാണ് വേറൊരു വാസ്തവം. അതോടൊപ്പം തന്നെ മുംബൈ ഇന്ത്യൻസിലെ ഏറ്റവും വീക്ക് ആയിട്ടുള്ള സൈഡ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്പിൻ യൂണിറ്റ് തന്നെയാണ്. അവിടെ കാര്യമായിട്ടുള്ള പ്രകടനം പുറത്തെടുക്കാൻ സാധിക്കുന്ന, അല്ലെങ്കിൽ എതിർ ടീമിനെ പേടിപ്പിക്കുന്ന രീതിയിൽ ബോൾ ചെയ്യുന്ന ഒരു സ്പിൻ യൂണിറ്റ് അല്ലെങ്കിൽ സ്പിൻ ഡിപ്പാർട്ട്മെന്റ് അല്ല മുംബൈ ഇന്ത്യൻസിലുള്ളത്. അത് ആ ഒരു സൈനിങ് കഴിഞ്ഞ സമയത്ത് തന്നെ നമ്മൾ വിശകലനം ചെയ്തപ്പോൾ പറഞ്ഞൊരു കാര്യമാണ്. അതിൽ നിന്ന് എന്തെങ്കിലും ഒരു ഇമ്പ്രൂവ്മെന്റ് അവർ വരുത്തേണ്ടതുണ്ട്. കാരണം ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റില്ല സ്പിൻ യൂണിറ്റിനെ. എന്നിരുന്നാലും ഈ ഒരു വാങ്കഡയിലെ ഗ്രൗണ്ടിലേക്ക് നോക്കുകയാണെങ്കിൽ റീസെന്റ് ഉള്ള മത്സരങ്ങൾ എടുത്തു നോക്കി കഴിഞ്ഞാൽ അത്യാവശ്യം റൺസ് ഒഴുകുന്ന ഒരു ഗ്രൗണ്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ മികച്ച രീതിയിലുള്ളൊരു റൺസ് ഒഴുകുന്ന ഒരു മത്സരം തന്നെ ആകാനാണ് സാധ്യതകൾ വളരെയധികം കൂടുതൽ. ബാറ്റിംഗ് സൈഡിൽ വലിയ പ്രശ്നങ്ങൾ മുംബൈ ഇന്ത്യൻസിൽ തോന്നിച്ചിട്ടില്ല. പക്ഷേ ബോളിംഗ് സൈഡിലാണ് ഏറെ പ്രശ്നങ്ങൾ. അതും പ്ലേയേഴ്സിനെ യൂസ് ചെയ്യുന്നതിലാണ് കുറേ പ്രശ്നങ്ങൾ ഉള്ളതെന്ന് തോന്നുന്നു. വേൾഡ് ക്ലാസ് ആയിട്ടൊരു യൂണിറ്റ് തന്നെയാണ് മുംബൈ ഇന്ത്യൻസ് സ്ക്വാഡിലുള്ളത്. ആൻഡ് രാജസ്ഥാൻ സൈഡിലേക്ക് വന്നു കഴിയുമ്പോഴേക്കും ബോളിംഗ് സൈഡിലെ ആ ഒരു പെർഫോമൻസ് ശരിക്കും പറഞ്ഞാൽ ഓൾറെഡി പറഞ്ഞു ഭയങ്കരമായിട്ട് ഞെട്ടിച്ചു. ബോണ്ടിന്റെ വരവ് അത്ര നിസ്സാരമല്ല, നല്ല ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടുണ്ട് അവരുടെ ബോളിംഗ് സൈഡിൽ. അപ്പോൾ എന്തായാലും ഇതാണ് രാജസ്ഥാൻ റോയൽസ് വേഴ്സസ് മുംബൈ ഇന്ത്യൻസ് മത്സരത്തെക്കുറിച്ച് പറയാനുള്ളത്. വേറൊന്നും പറയാൻ വിട്ടുപോയിട്ടില്ല എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഞാൻ വിട്ടുപോയിട്ട് നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഇറ്റ്സ് മീ ഗോകുല സൈനിങ് ഔട്ട്. ബൈ ബൈ ഗൈസ്.